കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് ഫാമിലി കോടതിയിൽ ഒരു ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ഒരു എവിഡൻസ് സ്റ്റേജിൽ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് ഭാര്യയുടെ വക്കീൽ ഭർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ഭാര്യയുടെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഭാര്യയെ തിരിച്ചു വിളിക്കുവാനായി ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ അഡ്വക്കേറ്റ് ഭർത്താവിനോട് ചോദിച്ചത്. എന്നിട്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞത്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അയൽപ്പക്കക്കാരുമായി ചർച്ച നടത്തിയിരുന്നു, മത സമുദായങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ DLSAയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് അയാൾ പറയാം. അപ്പോൾ ഭർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ഫാമിലി കോടതിയിൽ ഭാര്യ തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ RCR ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഭർത്താവ് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആൻസറാണ്. കാരണം നിങ്ങൾ വേറെ ഏതെല്ലാം വഴികളിലൂടെ പോയാലും ഈ RCR ഫയൽ ചെയ്യുന്നതിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ബാക്കി ഒന്നിൽ നിന്നും കിട്ടില്ല. കാരണം ഫാമിലി മാറ്റേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ എവിടെ തന്നെയാണ്? ഫാമിലി കോടതിയിൽ തന്നെയാണ്. മറ്റുള്ളതെന്ന് പറയുമ്പോഴും ഫാമിലി കോടതി നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലി കോടതിയിൽ RCRും മറ്റുള്ള കാര്യങ്ങളും ഫയൽ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ചിലവുണ്ടാവും. മറ്റോടത്താണെന്നുണ്ടെങ്കിൽ ചിലവ് കുറവായിരിക്കും. പക്ഷേ കൃത്യമായ നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലി കോടതിയിൽ ഭർത്താക്കന്മാർ RCR തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത്. അതൊരു നല്ലൊരു എവിഡൻസ് ആയിട്ട് കോടതി പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാതെ RCR ഫയൽ ചെയ്ത് എന്തുകൊണ്ടാണ് ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നതിൻ്റെ കൃത്യമായൊരു ആൻസർ അവരെ കൊണ്ട് തന്നെ നമുക്ക് കോടതിയിൽ പറയിപ്പിക്കുവാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.